ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഐ+ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഒരു കപ്പലിനോട് ഉപമിച്ചാൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കപ്പിത്താൻ. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് അതിൻ്റെ ശക്തി സ്രോതസ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ്, വിജയചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ആ കപ്പൽ മനോഹരമായ തീരത്ത് ചെന്നെത്തുക തന്നെ ചെയ്യും. മറിച്ച് നിഷേധാത്മകമായ ചിന്തകളാണ്, പരാജയ ഭീതിയാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കപ്പൽ കാറ്റത്തും കോളത്തും ആടി ഉലഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലേക്കായി മാറും. അതുകൊണ്ട് പോസിറ്റീവായ ചിന്തകളോടുകൂടി, നല്ല ലക്ഷ്യത്തോടുകൂടി ഐ+നോടൊപ്പമുള്ള നിങ്ങളുടെ വിജയയാത്ര തുടരുക. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുഞ്ഞു ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. മലയാളത്തിൽ മൗലിക കടമകളെന്നോ മൗലിക കർത്തവ്യങ്ങളെന്നോ മൗലിക ചുമതലകളെന്നോ പറയാം. ഇംഗ്ലീഷിൽ ഒറ്റ വാക്ക്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. വളരെ ഭംഗിയായി നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലെല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നിങ്ങൾ ഹൃദിസ്ഥമാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഒന്ന് നോക്കാം എന്താണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു ചാപ്റ്റർ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനൊരു അധ്യായമേ ഇല്ലായിരുന്നു. പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു ടോപ്പിക്കാണിത് എന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് കൂട്ടിച്ചേർത്തതെന്നും ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഒക്കെ നമുക്ക് പഠിക്കാൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചു. ബേസിക് ഫ്രീഡംസ് ഗ്യാരണ്ടീഡ് ടു ദി ഇൻഡിവിജ്വൽ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമാണ് പൗരന്റെ മൗലിക അവകാശങ്ങൾ. അങ്ങനെ കുറേ അവകാശങ്ങൾ ഭരണഘടന നമുക്ക് നൽകുന്നു. ആ അവകാശങ്ങൾക്കൊപ്പം നമുക്ക് ചില കടമകൾ കൂടിയില്ലേ? രാഷ്ട്രത്തോട് ചില കടമകൾ കൂടി നമുക്കുണ്ട്. അതാണ് ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഡിഫൈൻഡ് ആസ് മോറൽ ഓബ്ലിഗേഷൻ ഓഫ് ഓൾ സിറ്റിസൺ ടു പ്രൊമോട്ട് സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം ആൻഡ് ടു അപ്ഹോൾഡ് ദി യൂണിറ്റി ഓഫ് ഇന്ത്യ. നോക്കൂ, മോറൽ ഓബ്ലിഗേഷൻ ടു അപ്ഹോൾഡ് പാട്രിയോട്ടിസം ഓഫ് കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയത, ഐക്യം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു പൗരന്റെ മോറൽ ഓബ്ലിഗേഷൻ, ധാർമ്മികമായ നൈതികമായ ഒരു ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ കടമയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ആ വാക്ക് ശ്രദ്ധിക്കുക, മോറൽ ഓബ്ലിഗേഷൻ, നോട്ട് ലീഗൽ. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റിസിബിൾ എന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ എന്ന് നമ്മൾ പഠിക്കും. കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഇതൊരു ലീഗൽ ഓബ്ലിഗേഷൻ അല്ല, മോറൽ ഓബ്ലിഗേഷൻ. ഞാൻ ഇന്ത്യയുടെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ആ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളെയാണ് ഇവിടെ മൗലിക കടമകൾ എന്ന് പറയുന്നത്. വ്യക്തമായി പഠിക്കുക. അതാണ് നമ്മൾ പറയുന്നത് മോറൽ ഓബ്ലിഗേഷൻ ഓഫ് ഓൾ സിറ്റിസൺസ് ടു പ്രൊമോട്ട് സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം ആൻഡ് ടു അപ്ഹോൾഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഐക്യത്തിന് വിഘാതമായിട്ടുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. അത് നമ്മുടെ മൗലിക കടമ ലംഘനമായി കണക്കാക്കപ്പെടും. നമ്മുടെ മൗലിക കടമ, നമുക്ക് ശരിക്ക് മോറലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കടമ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും ഒക്കെ ഉയർത്തിപ്പിടിക്കുവാനും അത് സംരക്ഷിക്കുവാനുമുള്ള
കടമ ഓരോ പൗരനിലും നിക്ഷിപ്തമാണ്. അത് നിയമപരമായി അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കടമയല്ല, ധാർമ്മികമായിട്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ഉത്തരവാദിത്വമാണ് എന്നാണ് ഈ ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കണം, ഓബ്ലിഗേഷൻ ഓഫ് ഓൾ സിറ്റിസൺ എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൗരന്മാർക്ക് മാത്രമേ ഈ കടമയുള്ളൂ. നമ്മുടെ രാജ്യത്ത് വന്ന് താമസിക്കുന്ന വിദേശികൾക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒന്നുമില്ല. അവർക്ക് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, എല്ലാം ഇല്ല, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, ഓർത്തു വെച്ചുകൊള്ളുക. ഇനി നോക്കുക, there was no list of fundamental duties. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, there was no list of fundamental duties in the original constitution. There was no list of fundamental duties in the original constitution. At the time of enforcement of constitution, there was no list of fundamental duties in it. ഭരണഘടനയിലെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ എന്നൊരു ലിസ്റ്റേ ഇല്ലായിരുന്നു, അങ്ങനെ ഒരു അധ്യായമേ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണത് ഉൾപ്പെടുത്തിയത് എന്ന് നമുക്ക് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇൻസ്പയർഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USSR. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നോക്കുക, USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന പഴയ റഷ്യ, സോവിയറ്റ് റഷ്യ, അവിടെ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ എന്ന ആശയം കടം വാങ്ങിയത്. നമ്മൾ കടം വാങ്ങല് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആദ്യ ക്ലാസ്സിലൊക്കെ പഠിച്ചു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്, മറക്കാതിരിക്കുക. അപ്പം USSRൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ വലുതായിട്ട് കടം വാങ്ങിയ ഒരു രാജ്യമല്ല അത്. എങ്കിലും ഓർത്തുകൊള്ളുക, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ ഒക്കെ നമ്മൾ കടം വാങ്ങിയത് ഈ രാജ്യത്ത് നിന്നാണ്. ഈ രണ്ട് കാര്യം ഓർമ്മിച്ചിരുന്നാൽ മതി. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, 5-year പ്ലാൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യ കടം വാങ്ങിയത് USSRൽ നിന്നാണ്, പഴയ റഷ്യയിൽ നിന്നാണ്. ഇപ്പം റഷ്യ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, പല യൂണിറ്റുകളായിട്ട് അത് മാറിപ്പോയി. പഴയ സോവിയറ്റ് റഷ്യ അല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പൊ റഷ്യ മാത്രമാണ്. ഓർമ്മിച്ചോളുക. അപ്പൊ എവിടെ നിന്ന് കടം വാങ്ങി? റഷ്യയിൽ നിന്ന്. ഓർക്കാൻ ഞാൻ ഒരു എളുപ്പമാർഗം പറയാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് അമേരിക്കയിൽ നിന്നും, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റഷ്യയിൽ നിന്നും. അത് നിങ്ങൾ തെറ്റൂല. എന്തെന്നറിയാമോ? അന്ന് ലോകത്ത് ഏറ്റവും വലിയ രണ്ട് ശാക്തിക ചേരികളായിരുന്നല്ലോ അമേരിക്കയും റഷ്യയും. അങ്ങനെ മനസ്സിൽ വെച്ചുകൊള്ളുക. ആ അമേരിക്കയിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സും റഷ്യയിൽ നിന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കടം വാങ്ങി. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായതുകൊണ്ടാണ് മറക്കാതിരിക്കാൻ ഞാൻ അങ്ങനെ പറയുന്നത്. രണ്ട് ലോക ചാമ്പ്യന്മാരെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന രണ്ട് രാഷ്ട്രങ്ങളായിരുന്നു, രണ്ട് പ്രസ്ഥാനങ്ങളായിരുന്നു, USA-യും USSR. ആ USA-യിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സും USSR-ൽ നിന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കടം വാങ്ങി. അപ്പൊ രണ്ടും മനസ്സിൽ പതിപ്പിച്ചു വെച്ചോളുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് കടം വാങ്ങിയത് എവിടെ നിന്നാണെന്ന് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഡ്യൂട്ടീസും ചോദിച്ചിട്ടുണ്ട്. അപ്പം തെറ്റാതിരിക്കുക. ഇത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് ചോദ്യം ഇതാണ്. പാർട്ട് 4A. നിങ്ങൾക്കറിയാം, പാർട്ട് 4A കാണാൻ കഴിയുന്നുണ്ടല്ലോ. പാർട്ട് 4A ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ പാർട്ട് 4A. 4A എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം അതൊരു ഏച്ചുകെട്ട് പോലെ തോന്നുന്നില്ലേ? 4 നോക്കൂ, ഫസ്റ്റ് 1 2 3 4 5 6 അങ്ങനെ പോകുന്നതിന് പകരം 4 കഴിഞ്ഞിട്ട് ഒരു ഏച്ചുകെട്ടൽ 4A. അപ്പോഴേ നമുക്കറിയാം പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നീട് കൂട്ടിച്ചേർത്തതല്ലേ? 4 കഴിഞ്ഞിട്ട് 4A എന്ന് പറഞ്ഞു. അപ്പോൾ 4 നിങ്ങൾക്കറിയാം, ഫസ്റ്റ് പാർട്ടില് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, സെക്കൻഡ് പാർട്ട് സിറ്റിസൺഷിപ്പ്, തേർഡ് പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫോർത്ത് പാർട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് കഴിഞ്ഞിട്ടാണ് 4A. 4ന്റെയും 5ന്റെയും ഇടയ്ക്ക് 5ല് വരുന്ന എന്താണ്? യൂണിയൻ, കേന്ദ്രത്തെക്കുറിച്ച്, യൂണിയൻ എക്സിക്യൂട്ടീവും യൂണിയനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നതാണ് 5. 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന 4 എന്ന അധ്യായത്തിൻ്റെയും അല്ലെങ്കിൽ പാർട്ടിൻ്റെയും
യൂണിയൻ എന്ന് പറയുന്ന 5th പാർട്ടിന്റെയും ഇടയ്ക്കായിട്ട് 4A എന്ന് പറഞ്ഞൊരു പുതിയ അധ്യായം വന്നു ചേരുകയാണ്. അപ്പോ പാർട്ട് വിച്ച് ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A. ഞാൻ 5 പാർട്ട് പറഞ്ഞു. എന്തിനാണെന്നറിയോ? 25 പാർട്ടുകളാണ് ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ച് നോക്കൂ. ആദ്യത്തെ 5 പാർട്ടിൽ നിന്ന് ഒരെണ്ണം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് ബൈ ഹാർട്ട് ആക്കി വെച്ചോളുക. ഫസ്റ്റ് 5 പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഫസ്റ്റ് പാർട്ട് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നതിലും തെറ്റില്ല. കേന്ദ്രവും കേന്ദ്രഭരണ പ്രദേശങ്ങളും പാർട്ട് 1. പാർട്ട് 2 സിറ്റിസൺഷിപ്പ്, പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർട്ട് 3 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ. പാർട്ട് 5 യൂണിയൻ. പാർട്ട് 4ന്റെയും പാർട്ട് 5ന്റെയും ഇടയ്ക്കൊരു പാർട്ട് വന്നു ചേരുകയാണ്. അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ക്ലിയർ അല്ലേ? ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റി. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1976. 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പുതിയൊരു അധ്യായം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തത്. മറക്കാതിരിക്കുക. നോക്കൂ, ദോ സ്വരൺ സിംഗ് കമ്മിറ്റി സജസ്റ്റഡ് ദി ഇൻകോർപ്പറേഷൻ ഓഫ് 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ദി 42nd Amendment Act 1976 included 10 fundamental duties under Article 51A(2). ഇനി ഞാൻ ഇത് പറഞ്ഞില്ല, അതുകൂടി പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അതായത് പാർട്ട് 4A, then ആർട്ടിക്കിൾ 51A, അതും കൂടെ പഠിക്കുക. ഭരണഘടനയിലെ 51A എന്ന് പറയുന്ന അനുച്ഛേദത്തിലാണ് എന്തുൾപ്പെടുത്തിയിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 3 ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊടുക്കുക. ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇന്ത്യ ബോറോഡ് ഫ്രം USSR. പാർട്ട് 4A ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 51A. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. 51ന്റെയും 52ന്റെയും ഇടയ്ക്ക് കൂട്ടിച്ചേർത്തതാണ്. കണ്ട, അവിടെ ഒരു കെട്ട് വന്നില്ലേ? അപ്പൊ തീർച്ചയായിട്ടും പിന്നീട് കൂട്ടിച്ചേർത്തതല്ലേ. 51 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അവസാനിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 51ൽ എന്താ പറയുന്നത്? മെയിൻ്റനൻസ് ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പറയുന്ന 51. 52 ആകുമ്പം അധ്യായം മാറുകയാണ്. 5ാം അധ്യായം തുടങ്ങുകയാണ്. അതായത് പ്രസിഡന്റ്, യൂണിയന്റെ തലവനായ പ്രസിഡന്റിനെ കുറിച്ചാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്. ആർട്ടിക്കിൾ 52 ഡീൽസ് വിത്ത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 52 സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്നനുശാസിക്കുന്ന 52. അതിൻ്റെ ഇടയിൽ ഇതാ വന്നു ചേർന്നു 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പം പാർട്ട് 4A, ആർട്ടിക്കിൾ 51A രണ്ടും ഏച്ചുകെട്ടൽ പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് സ്വരൺ സിംഗ് കമ്മിറ്റി 1976. 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഈ സ്വരൺ സിംഗ് കമ്മിറ്റി എന്താ പറഞ്ഞു എന്നറിയോ? 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തണം. അദ്ദേഹം 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്താനാണ് ശുപാർശ ചെയ്തത്. പക്ഷെ നമ്മൾ ഉൾപ്പെടുത്തിയത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. എന്താണ് ഇതിലേക്ക് വരാം, 42nd വരാം. അത് എന്താണെന്ന് നിങ്ങളൊരു ആശയക്കുഴപ്പം ഉണ്ടാകരുത്. അത്
ബാക്കി രണ്ടെണ്ണം ഏത് എന്നൊന്നും ചോദിക്കരുത്. കാരണം എന്തറിയാമോ, ഇദ്ദേഹം പറഞ്ഞ സ്വരൺ സിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത എല്ലാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നമ്മൾ എടുത്തിട്ടില്ല, അതിലെ കുറെ കളഞ്ഞു, അല്ലാതെ പുതിയത് കുറച്ചുകൂടെ ഉൾപ്പെടുത്തിയാണ്. ഇപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ടാക്സ് പിരിക്കുക എന്ന് പറയുന്നത്, അതായത് കളക്ഷൻ ഓഫ് ടാക്സ് ഈസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നാ പറഞ്ഞു, അങ്ങനെയായിട്ട് ഉൾപ്പെടുത്തണം. ടാക്സ് പിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലല്ലോ, അത് ലീഗൽ റൈറ്റ് ആയിട്ടാണ്, ലീഗൽ ആയിട്ടുള്ള ഡ്യൂട്ടി ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി കോടതിയിലൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് വേറെ ചിലതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത്, അത് ഏതൊക്കെയാണെന്ന് അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇപ്പൊ 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ റെക്കമെൻഡഡ് ബൈ സ്വരൺ സിംഗ് കമ്മിറ്റി, ബട്ട് ആക്ച്വലി വി ഇൻക്ലൂഡഡ് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അങ്ങനെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചുമ്മാ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതിനും പിന്നിലൊരു ഭേദഗതി നിയമം വേണ്ടേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഭരണഘടനയിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിലോ എന്തെങ്കിലും വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കണമെങ്കിലോ നിലവിലുള്ള വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് മസ്റ്റ് ബി പാസ്ഡ് ഇൻ ദി പാർലമെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എനിക്ക് തോന്നുന്നു PSCയുടെ വിവിധ പരീക്ഷകളുടെ ചോദ്യ പേപ്പർ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ വിച്ച് അമെൻമെന്റ് ആക്ട്? 42nd അമെൻമെന്റ് ആക്ട് 1976, ആൾസോ നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പിന്നീട് പഠിക്കും. അമെൻമെന്റ് പ്രൊവിഷൻ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, അത് വിശദമായി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വിശദമായി ഇതൊരു വലിയ ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ ഈ 42nd അമെൻമെന്റ് ആക്ട് പഠിക്കും. അവിടെ നമ്മൾ പറയും ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ചെറുഭരണഘടന, ലഘുഭരണഘടന എന്നൊക്കെ മലയാളത്തിൽ പറയാവുന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന അമെൻമെന്റ് ആക്ട് ആയ 42nd അമെൻമെന്റിലൂടെയാണ് ഇങ്ങനൊരു അധ്യായം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. മറക്കില്ലല്ലോ. അപ്പൊ ഈ 2 ചോദ്യം അടിവരയിട്ട് പഠിക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് സ്വരൺ സിംഗ് കമ്മിറ്റി. Fundamental duties were added to the constitution under which amendment act? 42nd amendment act. കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. സപ്രൂവ് കമ്മിറ്റി എന്നായി പോകരുത്, അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിച്ചത്. സപ്രൂവ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഉൾപ്പെടുത്തിയത്, മറന്നുപോരുത്, എല്ലാം കൂടെ കൂടിക്കൊഴയരുത്. ഇനി നോക്കൂ, 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ട് ആർട്ടിക്കിൾ 51A A മുതൽ J വരെ ആയിരിക്കും, അല്ലേ? അപ്പോഴല്ലേ 10 ആവുകയുള്ളൂ. ABCD പണ്ട് പഠിച്ചതൊക്കെ ഒന്ന് എണ്ണി നോക്കുക, 10J അല്ലേ? അപ്പൊ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഒറ്റ ആർട്ടിക്കിളിൽ, മെയിനായിട്ട് ഒറ്റ ആർട്ടിക്കിൾ പറഞ്ഞിട്ട് അതിൽ 51A. അപ്പൊ നിങ്ങൾ പഠിക്കണം, നമ്മളിനി അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എല്ലാം പഠിക്കുമ്പോൾ 51A A, 51A B, ഓരോ നമ്പർ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ആർട്ടിക്കിൾ 51A A, ഇതാണ് ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുമ്പോൾ 51A B, അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ J വരെയുള്ള 10 എണ്ണമാണ് 42nd അമെൻമെന്റിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതാ കിടക്കുന്നു ആർട്ടിക്കിൾ 51A A to J. എന്നാൽ ഇപ്പൊ അത്രയാണോ ഉള്ളത്? അതിൽ വ്യത്യാസം വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഏതാണ് എന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. നോക്കൂ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ലൈക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റിസിബിൾ. നോൺ ജസ്റ്റിസിബിൾ ഈ വാക്ക് നമ്മൾ പ്രിയാമ്പിൾ പഠിക്കുന്ന സമയം മുതൽ പറയുന്ന വാക്കാണ്, അല്ലേ? നോൺ ജസ്റ്റിസിബിൾ. ഏതുപോലെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലെ, ഏതുപോലെ? പ്രിയാമ്പിൾ പോലെ എന്നൊക്കെ നമുക്ക് പറയാം. ആമുഖം പോലെ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റിസിബിൾ, നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ. കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട്, അതാണ് നമ്മൾ പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയൊരു സംശയം നിങ്ങൾക്ക് വരാം. ഫണ്ടമെന്റൽ റൈറ്റ്സ്
നോൺ ജസ്റ്റിസിബിൾ എന്ന് പറയുമ്പോൾ തന്നെ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിസിബിൾ എന്ന് പറയുമ്പോൾ തന്നെ ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ജസ്റ്റിസിബിൾ ആക്കിക്കൂടെ എന്ന് ഗവൺമെന്റിന് ഒരു ചിന്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1999 ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റിസിബിൾ. ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിസിബിൾ എന്ന് തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ അത് ചിലതൊക്കെ ജസ്റ്റിസുകളാക്കാൻ പറ്റില്ലേ എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠനം നടത്താനായിട്ട് 1999 ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ പേര് വർമ്മ കമ്മിറ്റി. നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. ദി കമ്മിറ്റി അപ്പോയിന്റഡ് ടു ഐഡന്റിഫൈ ദി എക്സിസ്റ്റൻസ് ഓഫ് ലീഗൽ പ്രൊവിഷൻസ്. കേട്ടോ, ഇതിനകത്ത് നിയമപരമായ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ചില നിയമപരമായ വ്യവസ്ഥകളില്ലേ, അപ്പൊ അത് നടപ്പാക്കിക്കൂടെ എന്നതിനെ കുറിച്ചൊക്കെ പഠനം നടത്തി റിപ്പോർട്ട് ചെയ്യാനായിട്ട് 1999 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയുടെ പേരാണ് വർമ്മ കമ്മിറ്റി. JS വർമ്മ എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിന്റെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ ഒക്കെ എന്താ പറയുന്നത് അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ആ കമ്മിറ്റി വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റിസിബിൾ. എന്തൊക്കെയാണ് നോൺ ജസ്റ്റിസിബിൾ ആയിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്? പ്രിയാമ്പിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നോൺ ജസ്റ്റിസിബിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ജസ്റ്റിസിബിൾ എന്ന് നമ്മൾ പഠിച്ചത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റ്സ്. If the fundamental right of a citizen is violated, he can approach High Court under Article 226 and Supreme Court under Article 32. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് മാത്രമേ ജസ്റ്റിസിബിൾ ഉള്ളൂ, ഓർത്തുകൊള്ളുക. അപ്പം the committee appointed to identify the existence of legal provisions for implementation of some fundamental duties. ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ നിയമപരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ലേ എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു കമ്മിറ്റിയുടെ പേരാണ് വർമ്മ കമ്മിറ്റി. ക്ലിയർ അല്ലേ? നോക്കൂ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇടയ്ക്ക് ഗവൺമെന്റ് ചില നടപടികളൊക്കെ സ്വീകരിച്ചത്. സുപ്രീം കോടതി ഇതനുസരിച്ച് ചില വിധികളൊക്കെ പ്രഖ്യാപിച്ചു. ഇപ്പൊ തിയേറ്ററുകളിൽ ദേശീയ ഗാനം കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, അറ്റൻഷനായിട്ട് നിൽക്കണം, സിനിമയ്ക്ക് മുമ്പ് ദേശീയ ഗാനം ആലപിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ വിചിത്രമായ ചില വിധികളൊക്കെ വന്നു. നിലനിന്നില്ല, അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. സുപ്രീം കോടതി തന്നെ അത് പിൻവലിച്ച് ദൂരെ കളഞ്ഞു. കാരണം അതൊക്കെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കാര്യങ്ങളായിരുന്നു. തിയേറ്ററിൽ മൊത്തം അടിയായി. കാരണം സിനിമ കാണാൻ വന്നിരിക്കുന്നവർ, കാലുവയ്യാത്തവരും കൈവയ്യാത്തവരും വീൽ ചെയറിൽ വന്നവരും ഒക്കെ അവർക്ക് ആർക്കും ഇളവില്ല. ഈ ദേശീയ ഗാനം കേൾക്കുമ്പോൾ എല്ലാവരും അറ്റൻഷനായിട്ട് നിൽക്കണം. പലരും വിസമ്മതിച്ചു. അങ്ങനെ വലിയ പ്രശ്നമായി. ഒരു ക്രമസമാധാന പ്രശ്നം, ലോ ആൻഡ് ഓർഡർ തന്നെ വലിയ കുഴപ്പത്തിലേക്ക് പോയി. പിന്നീട് 2 വർഷത്തിനകത്ത് സുപ്രീം കോടതി മറ്റൊരു റിട്ടിലൂടെ ഇതെന്ത് ചെയ്തു, മറ്റൊരു വിധിയിലൂടെ ഇതിനെടുത്ത് ദൂരെ കളഞ്ഞു. ആ വിധി ഇപ്പം അങ്ങനെയൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഇവിടെ പറയുന്ന വർമ്മ കമ്മിറ്റി. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, മറക്കാതിരിക്കുക. എന്താ വർമ്മ കമ്മിറ്റി? ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പഠിക്കുക. ദി കമ്മിറ്റി അപ്പോയിന്റ് ടു ഐഡന്റിഫൈ ദി എക്സിസ്റ്റൻസ് ഓഫ് ലീഗൽ പ്രൊവിഷൻ ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് സം ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ 1999 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ കൺഫൈൻഡ് ടു ഇന്ത്യൻ സിറ്റിസൺ ഓൺലി. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ്, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനുള്ള പൗരന്റെ കടമകളാണ്, ധാർമ്മികമായ കടമകളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് നമ്മൾ പഠിച്ചു. ഒരു വിദേശിക്ക് അത്തരത്തിലുള്ള ഡ്യൂട്ടി ഉണ്ടോ? നിങ്ങൾ ആലോചിക്കുകയാണ്. ഒരു അമേരിക്കക്കാരനോ അല്ലെങ്കിൽ ഒരു ബ്രിട്ടൻകാരനോ ഒക്കെ ഇവിടെ വന്ന് താമസിക്കുകയാണ്. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ അവർക്കെന്ത് കടമ? അപ്പൊ അവർക്ക് ബാധകമല്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ കൺഫൈൻഡ് ടു ഇന്ത്യൻ സിറ്റിസൺ ഓൺലി ആറ്റ് നോട്ട്
എക്സ്റ്റെൻഡ് ടു ഫോറിനേഴ്സ്. ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിച്ച് നിങ്ങളെ കുഴപ്പിച്ച് കളയും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ആപ്ലിക്കബിൾ ടു ഓൾ സിറ്റിസൺ അല്ലെങ്കിൽ ഓൾ പേഴ്സൺസ് ലിവിങ് ഇൻ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചാൽ തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യങ്ങളൊക്കെ വന്ന് നിങ്ങളെ കുഴപ്പിക്കും. അതുകൊണ്ട് വ്യക്തമായി പഠിച്ചു പോകണം. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും വിദേശികൾക്കും ബാധകമല്ല. പക്ഷെ ചിലത് ബാധകമാണ്. ഇപ്പം ജീവിക്കാനുള്ള അവകാശം, നിയമത്തിൻ്റെ മുമ്പിൽ തുല്യത, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ അവർക്കും ഉണ്ട്. പക്ഷേ ചിലത് നമുക്ക് മാത്രമേ ഉള്ളൂ. അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ പറയുന്ന 19 പറയുന്ന കുറേ സ്വാതന്ത്ര്യങ്ങൾ, 29 പറയുന്നത്, 30 പറയുന്നത്, 16 പറയുന്ന അവസര സമത്വം, 15 പറയുന്ന വിവേചനത്തിനെതിരെയുള്ള, അതൊക്കെ നമുക്ക് മാത്രമായുള്ള അവകാശങ്ങളായിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ ചില മൗലിക അവകാശങ്ങൾ നമ്മുടെ വിദേശികൾക്കുമുണ്ട്, ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾക്കുണ്ട്. പക്ഷേ ഒരു മൗലിക കടമയും അവർക്കില്ല. മൗലിക കടമകളുള്ളത് ഇന്ത്യൻ സിറ്റിസണ് മാത്രമാണ്. വ്യക്തമായി പഠിക്കണം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ കൺഫൈൻഡ് ടു ഇന്ത്യൻ സിറ്റിസൺ ഓൺലി ആൻഡ് നോട്ട് എക്സ്റ്റെൻഡ് ടു ഫോറിനേഴ്സ്. ക്ലിയർ അല്ലേ? One more fundamental duties was added by 86th Amendment Act 2002. നോക്കൂ, അതിലേക്ക് വരാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. 42nd അമെൻമെന്റ് ആക്ടിലൂടെ, ശ്രദ്ധിച്ച് കേൾക്കണം, 42nd അമെൻമെന്റ് ആക്ടിലൂടെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു one more fundamental duty was added to the constitution. ഒരെണ്ണവും കൂടെ കൂട്ടിച്ചേർത്തു. അപ്പൊ അറ്റ് പ്രസന്റ് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ദാഗടപ്പുണ്ട് ആൻസർ. Thus currently there are 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതാ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 51A കെ. നേരത്തെ ജെ വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓർ ആർട്ടിക്കിൾ 51A കെ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെന്റ് ആക്ട്? 86th അമെൻമെന്റ് ആക്ട് 2002. 2002 86ാം ഭേദഗതിയിലൂടെയാണ് ഏറ്റവും ഒടുവിലത്തെ 11ാമത്തെ മൗലിക കടമ അഥവാ ആർട്ടിക്കിൾ 51A കെ ഉൾപ്പെടുത്തിയത്. അതിലെന്തൊക്കെ വിശദമായി പറഞ്ഞിരിക്കുന്നു എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് ഇവിടെ വച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ് തുടർന്ന് കാണുക. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.